കാസർഗോഡ് പുതിയ കോട്ടയിൽ വ്യാജ സർട്ടിഫിക്കറ്റ് നിർമ്മാണ കേന്ദ്രം കണ്ടെത്തി. 3 പേരെ ഹോസ്ദുർഗ് പോലീസ് അറസ്റ്റ് ചെയ്തു. ഹോസ്ദുർഗ് സ്വദേശികളായ ഷിഹാബ്, രവീന്ദ്രൻ, സന്തോഷ് കുമാർ എന്നിവരാണ് അറസ്റ്റിലായത്. വിവിധ സർവകലാശാലകളുടെ ബിരുദ സർട്ടിഫിക്കറ്റുകൾ, ഡ്രൈവിംഗ് ലൈസൻസ്, ആധാർ കാർഡ്, പാസ്പോർട്ട് തുടങ്ങിയവ വ്യാജമായി നിർമ്മിക്കുന്ന കേന്ദ്രമാണ് കണ്ടെത്തിയത്. KV ബൈജു ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ബൈജു, ഈ കണ്ണൂർ, കാലിക്കറ്റ്, കേരള സർവകലാശാലയുടെ വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റുകൾ ആണ് ഇവർ കൂടുതലായും നിർമ്മിച്ചു നൽകുന്നത്. അതോടൊപ്പം ആധാർ കാർഡ്, പാസ്പോർട്ട്, ഇതിന് പിന്നിൽ ആരാണ്? വലിയൊരു ലോബി തന്നെ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ടോ? ടോമേ, ഇതിൽ ഏറ്റവും പ്രധാനം കാഞ്ഞങ്ങാട് പോലീസ് സ്റ്റേഷൻ, അതായത് മൂക്കിന് താഴെയാണ് ഈ കേന്ദ്രം പ്രവർത്തിച്ചു എന്നത് തന്നെയാണ്. വർഷങ്ങളായി ഈ കേന്ദ്രം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ കണ്ണൂർ, കാലിക്കറ്റ്, കേരള സർവകലാശാലകളുടെ വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റുകൾ, അതോടൊപ്പം എഞ്ചിനീയറിംഗ് സർട്ടിഫിക്കറ്റ്. ഇതിൽ ഏറ്റവും മറ്റൊരു പ്രധാനപ്പെട്ട ഗൗരവം ഇവിടെ നിന്നും വ്യാജ പാസ്പോർട്ട് കണ്ടെത്തിയെന്നതാണ്. അത്തരത്തിൽ വ്യാജ പാസ്പോർട്ട് കൂടി ഈ കേന്ദ്രത്തിൽ നിന്നും നിർമ്മിക്കുന്നുണ്ടെന്ന ഒരു കണ്ടെത്തൽ കൂടി ഉണ്ടായിരിക്കുന്നു. എന്തായാലും വളരെ ഗൗരവമായ ഒരു സംഭവം തന്നെയാണ്. പ്രധാനമായും ഇവർ ലക്ഷ്യമിടുന്നത് വിദേശത്തേക്ക് പോകുന്നവരെയാണ്. ഈ വിദേശത്തേക്ക് എഞ്ചിനീയറിംഗും മറ്റുമായി പോകുന്നവരെ 10,000 രൂപ മുതൽ മുകളിലോട്ട് ഇത്തരത്തിൽ പണം ഈടാക്കിയാണ് ഈ സർട്ടിഫിക്കറ്റുകൾ ഇവർ നൽകിക്കൊണ്ടിരുന്നത്. ഏതായാലും വർഷങ്ങളായി ഈ കേന്ദ്രം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് തന്നെയാണ് പോലീസിന്റെ പരിശോധനയിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഈ കേന്ദ്രത്തിൽ നിന്നും ഇത്തരത്തിൽ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാക്കിയതിനു ശേഷം ഷിഹാബ് എന്ന് പറയുന്ന ഇയാളുടെ വീട്ടിൽ നിന്നാണ് ഇതിന്റെ പ്രിന്റ് ഔട്ട് പുറത്തെടുത്തത്. നിരവധി ഇത്തരത്തിൽ RTO ഓഫീസുകളുടെ ഉൾപ്പെടെയുള്ള വ്യാജ സീലുകളും ഇവിടെ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ വലിയൊരു തോതിലുള്ള ഇത്തരത്തിൽ വ്യാജ സർട്ടിഫിക്കറ്റുകൾ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഈ കേന്ദ്രത്തിൽ നിന്നും വിതരണം ചെയ്തു വരികയായിരുന്നെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതായത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കാഞ്ഞങ്ങാട് പോലീസ് സ്റ്റേഷന് മൂക്കിന് താഴെയാണ് ഈ കേന്ദ്രം പ്രവർത്തിച്ചത് എന്നത് തന്നെയാണ് ഇതിൽ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. ഏതായാലും ഇപ്പോൾ ഒരു പരാതി ഉണ്ടായതിനെ തുടർന്നാണ് പോലീസ് ഇപ്പോൾ പരിശോധനയ്ക്ക് തയ്യാറായതും. ഇത്തരത്തിൽ കാഞ്ഞങ്ങാട് DYSPയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം രാവിലെ 10 മണിക്ക് തുടങ്ങിയതാണ് പരിശോധന. പിന്നീട് ഈ വസ്തുക്കളൊക്കെ കണ്ടെത്തുകയായിരുന്നു. അതോടൊപ്പം ഇവരുടെ വീടുകളിലും പരിശോധന സമാനമായ രീതിയിൽ തന്നെ ഒരേ സമയത്ത് നടത്തിയിരുന്നു. വീടുകളിൽ നിന്നും നടത്തിയ പരിശോധനയാണ് ഈ വ്യാജ സീലുകൾ, RTO ഓഫീസിന്റെ, കർണാടക RTO ഓഫീസിന്റെ ഒക്കെ ഒരുപാട് വ്യാജ സീലുകൾ കണ്ടെത്തിയിട്ടുണ്ട്. അതായത് ലൈസൻസ് ഉൾപ്പെടെ ഇവിടെ നിന്നും വ്യാജമായി നിർമ്മിച്ചു കൊടുക്കുന്നുണ്ടെന്നാണ് പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത്. ഇതെല്ലാം പോലീസ് കൃത്യമായ ഈ പരിശോധനയിൽ റെയ്ഡിൽ പിടിച്ചെടുത്തിട്ടുണ്ട്. ഈ വസ്തുക്കളൊക്കെ പിടിച്ചെടുത്തിട്ടുണ്ട്. ഇവരിൽ നിന്നും ലാപ്ടോപ്പ്, മൊബൈൽ തുടങ്ങിയ കുറെ വസ്തുക്കളും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. ഏതായാലും ഇവരെ ഇപ്പോൾ അല്പസമയം മുമ്പാണ് കാഞ്ഞങ്ങാട് കോടതിയിൽ ഹാജരാക്കിയത്. ഈ 3 പേരെയും, സന്തോഷിനെയും രവീന്ദ്രനെയും ഒപ്പം ഷിഹാബിനെയും 3 പേരെയും 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിട്ടുണ്ട്. പോലീസ് ഇവരെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് അപേക്ഷ നൽകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. കാരണം ഇതിൽ ഇനി കൂടുതൽ കണ്ണികളുണ്ടോ, അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനത്ത് ഏതൊക്കെ സ്ഥലങ്ങളിൽ ഈ സംഘം ഇത്തരത്തിൽ വ്യാജമായ ഇത്തരത്തിൽ വസ്തുക്കൾ നിർമ്മിച്ച് നൽകിയിട്ടുണ്ട്, അതൊക്കെ പോലീസിന് അറിയാനുണ്ട്. അതിനായി ഈ 3 പേരെയും കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് കോടതിയിൽ അപേക്ഷ നൽകാൻ അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട്. ഏതായാലും കർണാടകയിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. കർണാടകയിലെയാണ് ഒരുപാട് സ്ഥാപനങ്ങളുടെ, ഇത്തരത്തിൽ സർക്കാർ സ്ഥാപനങ്ങളുടെ ഉൾപ്പെടെ വ്യാജമായ സർട്ടിഫിക്കറ്റുകൾ ഇവർ നിർമ്മിച്ചിട്ടുള്ളത്. ഇതിൽ ഏറ്റവും കൂടുതൽ എഞ്ചിനീയറിംഗ് സർട്ടിഫിക്കറ്റുകളാണ് ഇവിടെ നിന്നും കണ്ടെത്താൻ സാധിച്ചത്. അത് പ്രധാനമായും വിദേശത്തേക്ക് പോകുന്നവരെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു വസ്തുക്കളാണ് ഇത്തരത്തിൽ പിടിച്ചെടുത്തവയിൽ. അതിൽ പാസ്പോർട്ട് കൂടി, വ്യാജ പാസ്പോർട്ട് കൂടി കണ്ടെത്തി എന്നതാണ് ഈ സംഭവത്തിന്റെ ഗൗരവം കൂടുതൽ വർദ്ധിപ്പിക്കുന്നത്. ഏതായാലും ഇതിൽ കൂടുതൽ അന്വേഷണം ഉണ്ടാകുമെന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. സമാനമായ രീതിയിൽ തന്നെ ചീമേനിയിലെ ഒരു കേന്ദ്രത്തിലും പോലീസ് പരിശോധന നടത്തിയിരുന്നു. ഇവിടെയാണ് പാസ്പോർട്ട് വിവിധ സർവകലാശാലകളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് അടക്കം നൽകുന്ന സ്ഥാപനത്തിനെതിരെയാണ്, തട്ടിപ്പ് സ്ഥാപനത്തിനെതിരെയാണ് പോലീസ് നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ഇത് കൂടുതൽ തലങ്ങളിലേക്കൊക്കെ അതിന്റെ അന്വേഷണം നീങ്ങേണ്ടതല്ലേ? നേരത്തെ ബൈജു സൂചിപ്പിച്ചതുപോലെ കർണാടകയിലേക്ക് അന്വേഷണം നീങ്ങുന്നുണ്ട്. പക്ഷേ കേരളത്തിൽ അങ്ങനെയെങ്കിൽ ഈ സ്ഥാപനത്തിൽ നിന്നും വ്യാജ സർട്ടിഫിക്കറ്റുകൾ നേടിയ കൂടുതൽ ആളുകളുണ്ടാകാം, ഇതിന് പിന്നിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടാകാം. ഈ സ്ഥാപനത്തിന് ഉടമകൾ പിടിയിലായിട്ടുണ്ടോ, അതോ ഈ നിലവിൽ അറസ്റ്റിലായ ഈ 3 പേരുമാണോ ഇത് പ്രവർത്തിപ്പിച്ചിരുന്നത്? ടോമെ, ഇതിൽ പ്രധാനമായും കർണാടകയുടെ ഡ്രൈവിംഗ് ലൈസൻസ് ആണ് ഒരുപാട് ഈ കേന്ദ്രത്തിൽ നിന്നും ഇത്തരത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് നമുക്കറിയാം, കേരളത്തിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാവാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. അത്തരം ഡ്രൈവിംഗ് ലൈസൻസുകളാണ് ഇവിടെ നിന്നും ഇത്തരം നിർമ്മിച്ചു നൽകിയത്. അതിന് കർണാടക സർക്കാരിന്റെ സീൽ ഉൾപ്പെടെയുള്ള വസ്തുക്കൾ ഇവിടെ നിന്നും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. എന്തായാലും ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ സന്തോഷ് കുമാർ എന്ന് പറയുന്ന ആളാണ് ഇതിന്റെ ഉടമയെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അതോടൊപ്പം
ഇവിടെ ജോലി ചെയ്യുന്ന ഇത്തരത്തിൽ ഈ സർട്ടിഫിക്കറ്റുകളെ ഉണ്ടാക്കി കൊടുക്കുന്ന രവീന്ദ്രനും അതുപോലെ തന്നെ ഷിഹാബ് എന്ന് പറഞ്ഞ മറ്റൊരു ഉടമ ഈ പാർട്ട്ണർമാരാണ്. ഇയാൾ കടപ്പുറമുള്ള ഒരാളാണ്. ഇയാളാണ് വീട്ടിൽ നിന്നും ഇതിന്റെ പ്രിന്റ് ഔട്ട് ഒക്കെ എടുത്തുകൊണ്ടിരുന്നത്. ഏതായാലും 10,000 രൂപ മുതൽ മുകളിലോട്ട്, അത് ഓരോ സർട്ടിഫിക്കറ്റ് അനുസരിച്ച് അത്തരത്തിൽ ഈ പണം ഈടാക്കിയാണ് ഈ സംഘം വിൽപ്പന നടത്തിയിരുന്നത്. അതിൽ വിദേശത്തേക്ക് പോകുന്ന എഞ്ചിനീയറിംഗ് ഉൾപ്പെടെയുള്ള ഇത്തരം സർട്ടിഫിക്കറ്റുകളാണ് ഈ രീതിയിൽ കൊടുക്കുന്നതെങ്കിൽ ഓരോ ഡ്രൈവിംഗ് ലൈസൻസ് ഉൾപ്പെടെ 25,000 30,000 ഒക്കെ വാങ്ങി ഇവർ ഇവിടെ നിന്ന് നിർമ്മിച്ച് നൽകിയിട്ടുണ്ട്. ഏതായാലും ഒരുപാട് പേർ ഇവരുടെ പക്കൽ നിന്നും ഇത്തരത്തിൽ വ്യാജമായ സർട്ടിഫിക്കറ്റുകൾ കരസ്ഥമാക്കി പല സ്ഥലങ്ങളിലും ജോലി ചെയ്യുന്നതായും അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും ഇത് ഉപയോഗിച്ചതായും പോലീസിന് മനസ്സിലായിട്ടുണ്ട്. അതൊക്കെ കണ്ടെത്തേണ്ടതുണ്ട്. അതിന് അന്വേഷണം പ്രത്യേക സംഘത്തെ രൂപീകരിച്ച് അന്വേഷണം നടത്തുമെന്ന് തന്നെയാണ് കാഞ്ഞങ്ങാട് പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതിനാണ് ഈ 3 പ്രതികളെയും കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് അപേക്ഷ നൽകുന്നത്. കൂടുതൽ ഈ പ്രതികളെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഈ സംഘത്തിൽ വേറെ ഏതെങ്കിലും ആളുകളുമായി ബന്ധമുണ്ടോ, അന്തർ സംസ്ഥാന ബന്ധം ഏത് രീതിയിലാണ്, ഒരു പക്ഷേ അന്തർ സംസ്ഥാനത്തെ ബന്ധം ഇവർക്ക് ഉണ്ടാകാനുള്ള ഒരു സാധ്യത പോലീസ് തള്ളിക്കളയുന്നില്ല. കാരണം ഈ സർട്ടിഫിക്കറ്റുകൾ പല ഏജന്റുകളും ഇവർക്ക് ഉണ്ട് എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഈ അന്വേഷണം കർണാടകയിലേക്കും വ്യാപിപ്പിച്ചിട്ടുള്ളത്. കർണാടകയിലുള്ള നിരവധി സ്ഥാപനങ്ങളുടെ എഞ്ചിനീയറിംഗ് കോളേജുകൾ ഉൾപ്പെടെയുള്ള പല കോളേജുകളുടെയും സർട്ടിഫിക്കറ്റുകൾ ഇവിടെ നിന്നും നടത്തിയ പരിശോധനയിൽ, മണിക്കൂറുകൾ നീണ്ട പരിശോധനയിൽ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. എന്നാലും വിപുലമായ ഒരു അന്വേഷണം, കൂടുതൽ അന്വേഷണം ഉണ്ടാകുമെന്ന് തന്നെയാണ് വ്യാജ സർട്ടിഫിക്കറ്റുകൾ വിവിധ സർവകലാശാലകളുടെ ഉൾപ്പെടെ ബിരുദ സർട്ടിഫിക്കറ്റുകൾ നൽകുന്ന തട്ടിപ്പ് സ്ഥാപനത്തിനെതിരെ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ഇവിടെ നിന്നും വ്യാജ പാസ്പോർട്ടുകളും ആധാർ കാർഡുകളും ഒക്കെ നിർമ്മിച്ചു നൽകിയതായി വിവരം ലഭിച്ചിട്ടുണ്ട്. കർണാടകയിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുകയാണ് പോലീസ്.